പേജ് നമ്പർ 97 തേർഡ് പ്രോബ്ലം ട്ടോ. What number added to 1 gives its own square? What number added to 1 gives its own square? എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് നമ്പർ, ഏത് നമ്പർ എന്തിനോട് കൂടി ആഡ് ചെയ്യുന്നു? 1 കൂടി ആഡ് ചെയ്യുന്നു. ഏത് നമ്പർ 1 കൂടി ആഡ് ചെയ്താലാണ് gives its own square, ആ നമ്പറിന് തന്നെ സ്ക്വയർ കിട്ടുക. അപ്പൊ ഏത് നമ്പറാണ്? നമ്പർ നമുക്ക് അറിയില്ല അല്ലെ? അപ്പൊ നമ്പറിന് നമുക്ക് എന്തെടുക്കാം? നമുക്കറിയാത്തോണ്ട് നമ്പർ ഇസ് ഈക്വൽ ടു എക്സ് അറിയില്ല. ഇനി അതിൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് നമ്പർ ആഡഡ് ടു 1 കൂടി ആഡ് ചെയ്താൽ ഗീവ്സ് ഇറ്റ്സ് സ്ക്വയർ, അതിന്റെ സ്ക്വയർ, ആ നമ്പറിന്റെ സ്ക്വയർ. അപ്പൊ 1 ആഡഡ് ടു നമ്പർ നമ്പർ എക്സ്, 1 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ +1 ഈക്വൽ ടു ഇറ്റ്സ് ഓൺ സ്ക്വയർ, അതിന്റെ സ്ക്വയർ, ഈ നമ്പറിന്റെ സ്ക്വയർ എന്താ? എക്സ് സ്ക്വയർ എഴുതി. ഇനി നമ്മൾ പഠിച്ച ഫോർമുല ഉണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു അല്ലെ? നമ്മൾ പഠിച്ച ഫോർമുല എന്താ? എക്സ് ഇസ് ഈക്വൽ ടു -b ± √b² - 4ac/2a. ഈ ഫോർമുല വെച്ച് നമുക്ക് എക്സ് കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? ഇക്വേഷൻ ഈക്വൽ ടു 0. അപ്പൊ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ x² ഇപ്പുറത്ത് വന്നാൽ എന്താവും? -x². പിന്നെ ബാക്കി ഇത് രണ്ടും എന്താ? എക്സ് +1 ഈക്വൽ ടു 0 ഈക്വൽ ടു 0 ആയി. ഇനി a ഈക്വൽ ടു എന്താ? x² കോഎഫിഷ്യന്റ് ഇവിടെ എന്താ? 1 അല്ലെ? എന്ത് 1 ആ? -1. b എക്സിന്റെ കൂടെ ഉള്ളത് 1. c എക്സ് ഇല്ലാത്ത ടേം അതും 1. ഇനി നമുക്ക് b² - 4ac കാണാം. b² - 4ac is equal to b² എന്ന് പറഞ്ഞാൽ ഏതാ? 1² -4 into a എന്താ? -1 into c എന്ന് പറഞ്ഞാൽ 1. That's equal to 1² എന്ന് പറഞ്ഞാൽ 1. ഇനി നോക്കാം, -4 ഉണ്ട് -1 ഇൻഡു ചെയ്താല് +4 ഈക്വൽ ടു എന്ന് വന്നു ഈക്വൽ ടു 5. ഇനി അതിന്റെ റൂട്ട് b² - 4ac, b² - 4ac റൂട്ട് 5. 5ന് കറക്റ്റ് റൂട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അതങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. -b എന്നാണ്. അപ്പൊ എന്ത് വരും? -b എന്നുള്ളത്, b എന്നുള്ളത് 1 -1 ± √5 ഡിവൈഡഡ് ബൈ 2a. a എന്ന് പറയുന്നത് -1, 2 into -1. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ -1 ± √5 ബൈ 2 into -1 എന്താ? -2. ഇനി നമുക്ക് നോക്കൂ, ഇവിടെ റൂട്ട് ഉള്ള നമ്പറും ഇവിടെ റൂട്ട് ഇല്ലാത്തതും അല്ലെ? റൂട്ട് നമ്പറും റൂട്ട് ഇല്ലാത്തതും. അപ്പൊ ഇത് പ്ലസ് ചെയ്യാം മൈനസ് ചെയ്യാന്നൊക്കെ പറയുമ്പോ നമുക്ക് റൂട്ട് ഉള്ള നമ്പേഴ്സ് ഒരിക്കലും ഇതിന്റെ കൂടെ പ്ലസ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. അപ്പോ ഇതിന് ഇനി നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത്ര വരെ എഴുതാം. കാരണം പിന്നെ എഴുതി കഴിഞ്ഞാലും എക്സ് ഇസ് ഈക്വൽ ടു നോക്കൂ, -1 പ്ലസ് വാല്യൂ എഴുതണം +√5 ഡിവൈഡഡ് ബൈ താഴെ -2. ഇത് രണ്ടും ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്രയും ഇതിന് എഴുതാൻ പറ്റും, പ്ലസ് വാല്യൂ ഓർ പ്ലസ് ഇട്ടിട്ടില്ല. ഇനി നെഗറ്റീവ് വെച്ച് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു -1 √5 -5 ബൈ -2. ഇത് ഇതേപോലെ തന്നെ -1 മൈനസ് √5 1 ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടും കാര്യമൊന്നുമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് എഴുതണം എന്ന് നിർബന്ധമില്ല, ഇത്രയും വരെ എഴുതിയാൽ തന്നെ നമ്മുടെ ആൻസർ ആയി. ഇപ്പൊ റൂട്ട് വന്നതുകൊണ്ടാട്ട് ഇവിടെ റൂട്ട് ഉണ്ട്, ഇവിടെ റൂട്ട് ഇല്ല. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല, ജസ്റ്റ് അതിനെ എടുത്ത് എഴുതാൻ മാത്രമേ പറ്റൂ. സോ ഇത്രയാണ് ഈ ആൻസർ. ഇനി അതേ പേജ് നമ്പർ 97 തന്നെ 4th ക്വസ്റ്റ്യൻ നോക്കാം. In writing the equation to construct a rectangle of specified perimeter and area. നോക്കൂ, ഒരു ഇക്വേഷൻ എഴുതാണ് ഇതിന്റെ, ഒരു റെക്ടാംഗിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന്റെ.
ഒരു റെക്ടാങ്കിൾ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നതിന്റെ പെരിമീറ്ററും ഏരിയയും. പെരിമീറ്റർ വാസ് റോങ്ലി റിട്ടൺ ആസ് 24 ഇൻസ്റ്റെഡ് ഓഫ് 42. പെരിമീറ്റർ എന്ത് ചെയ്തു അത്ര? ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ മാറി എഴുതി, തെറ്റായിട്ട് എഴുതി, റോങ് ആയിട്ട് എഴുതിയ പെരിമീറ്റർ. അപ്പൊ റോങ് കേസ്, റോങ് ആയിട്ട് എഴുതിയ പെരിമീറ്റർ എത്രയാണെന്നാ പറയണത്? പെരിമീറ്റർ ഈസ് 24 ആണ് തെറ്റായിട്ട് എഴുതിയത്. പിന്നെ കറക്റ്റ് ആയിട്ട് എത്രയാണ്? കറക്റ്റ് ആയിട്ട് 42 ആണ്. കറക്റ്റ് എന്താണ്? 42 ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളത്, റോങ് ആയിട്ടുള്ളത്, പിന്നെ ഇനി കറക്റ്റ് ആയിട്ടുള്ളത് എത്രയാ? പെരിമീറ്റർ 42. The length of a side was then computed. ഇനി പെരിമീറ്റർ തെറ്റായി എഴുതിയിട്ട് അവര് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു, കമ്പ്യൂട്ട് ചെയ്തു, ഫൈൻഡ് ചെയ്തു. ലെങ്ത് എത്രയാ അപ്പൊ കിട്ടിയത്? തെറ്റായി എഴുതിയിട്ട് ലെങ്ത് കണ്ടെത്തിയപ്പോൾ 10 meters ആണ് കിട്ടിയത്. പെരിമീറ്റർ തെറ്റായി എഴുതിയിട്ട് അതിൽ നിന്ന് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോ അപ്പൊ കിട്ടിയത് ലെങ്ത് 10 meters ആണ്. വാട്ട് ഈസ് ദ ഏരിയ ഇൻ ദ പ്രോബ്ലം? ആ പ്രോബ്ലത്തിലെ ഏരിയ എന്താണ്? അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഈ പ്രോബ്ലത്തിലെ ഏരിയ അത് ഫസ്റ്റ് കണ്ടെത്തണം. പിന്നെ വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാംഗിൾ ഇൻ ദ കറക്റ്റ് പ്രോബ്ലം? അതായത് ആ പ്രോബ്ലത്തിലെ കറക്റ്റ് ആയിട്ട് വരുന്നതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണ്? പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനില് നമ്മൾ എഴുതി ചേർക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, അതിൽ പറയാത്തതാണ്. ഈ രണ്ട് പ്രോബ്ലത്തും ഏരിയാസ് സെയിം ആണ് കേട്ടോ. ഏരിയാസ് ആർ സെയിം ഇൻ ബോത്ത് പ്രോബ്ലംസ്. രണ്ടിലും സെയിം ആണ്. അതൊന്ന് ആ ബ്രാക്കറ്റിൽ ആ ക്വസ്റ്റ്യന്റെ കൂടെ നമ്മൾ കൊടുക്കാം. ഏരിയാസ് ആർ സെയിം ഇൻ ബോത്ത് പ്രോബ്ലംസ്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഏരിയാസ് ആർ സെയിം എവിടെ എഴുതാം? ഏരിയാസ് ആർ സെയിം ഇൻ ബോത്ത് പ്രോബ്ലംസ്. അതും കൂടെ ആ പ്രോബ്ലത്തിൽ പറയേണ്ടതായിരുന്നു, പറഞ്ഞിട്ടില്ല. നമുക്ക് തെറ്റായിട്ടുണ്ട്, ശരിയായിട്ടുള്ളത്. നമുക്ക് ആദ്യം ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം ഈ കറക്റ്റ് പ്രോബ്ലത്തിലെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. തെറ്റായിട്ടുള്ള ലെങ്ത് തന്നിട്ടുണ്ട് 10 meters, മീറ്റേഴ്സിലാണ്. അപ്പൊ പെരിമീറ്ററും ഒക്കെ എന്തിലായിരിക്കും? മീറ്ററിൽ. ഇനി നോക്കാം. പെരിമീറ്റർ കണ്ടെത്താൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ പെരിമീറ്ററിന്റെ ഫോർമുല? 2 × L + B. അത് തന്നിട്ടുണ്ട് 24. ഇനി ഇൻറ്റു 2 അപ്പുറത്ത് പോകുമ്പോ എന്താവും? ഡിവിഷൻ. അപ്പൊ L + B = എന്താവും? 24. ഇൻറ്റു 2 അപ്പുറത്ത് പോകുമ്പോ ഡിവൈഡഡ് ബൈ 2, 12. അപ്പൊ നോക്കൂ, ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തപ്പോ 12. അങ്ങനെ അതില് ലെങ്ത് 10 തന്നിട്ടുണ്ട്. ലെങ്ത് 10. അപ്പൊ ബ്രെഡ്ത്ത് എത്രയും? ടോട്ടൽ 12. 12 - 10 അല്ലേ? സോ 2 meters. നോക്കൂ, ടോട്ടൽ 12. ലെങ്ത് 10. അതിൽ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ എന്താ? 12 - 10 - 2 centimeter, 2 meters. സോ ബ്രെഡ്ത്തും കിട്ടി. സോ ഏരിയ എന്തായിരിക്കും ഈ പ്രോബ്ലത്തില്? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, L × B. L എത്രയാ? L 10, ബ്രെഡ്ത്ത് 2. 10 × 2, 20 meters square. അത് കിട്ടി, ഏരിയ കിട്ടി. ഇനി അപ്പൊ കറക്റ്റ് റോങ് പ്രോബ്ലം മൊത്തം കഴിഞ്ഞോട്ട് ഏരിയ കണ്ടുപിടിച്ചു നമ്മള്. ഇനി കറക്റ്റ് പ്രോബ്ലത്തിലേക്ക് വരാം. കറക്റ്റ് പ്രോബ്ലത്തിലും ഏരിയ തന്നെ സെയിം തന്നെ. പെരിമീറ്റർ തന്നിട്ട് 42. അപ്പൊ നമുക്ക് ഫോർമുല എഴുതാൻ 2 × L + B = 42. ഇതിന് 2 അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. ഈ 2 നേരത്തെ ചെയ്ത പോലെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? L + B = 42 ഇൻറ്റു 2 അപ്പുറം ബൈ 2 എന്താ? 20. 42/2 എന്താണ്? 20. ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്താല് 20. അപ്പോ ഇനി നമുക്ക് ഇതില് കറക്റ്റ് പ്രോബ്ലത്തിൽ ലെങ്ത്തും ബ്രെഡ്ത്തും രണ്ടും നമുക്ക് അറിയില്ല. ലെങ്ത്തും അറിയില്ല, ബ്രെഡ്ത്തും അറിയില്ല. അപ്പൊ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? അറിയാത്തത് എന്താ വിചാരിക്കുക? ഒരു സൈഡിന് 1 സൈഡ് നമ്മൾ എന്തായിട്ട് എടുത്തു? അറിയാത്തത് കൊണ്ട് x എടുത്തു. ഇനി അതർ സൈഡ് എന്തായിരിക്കും? രണ്ടും കൂടെ ആഡ് ചെയ്താൽ 21 ആ. ഒരു സൈഡ് x. അപ്പൊ അതർ സൈഡ് നമ്മൾ എന്തെടുക്കും? അതർ സൈഡ് ടോട്ടൽ 21, 1 സൈഡ് x ആണെങ്കിൽ അതർ സൈഡ് 21 - x. അതും എഴുതി വെച്ചു. പിന്നെ ഏരിയാസ് സെയിം ആന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ കറക്റ്റ് പ്രോബ്ലത്തിലും ഏരിയ എന്ത് തന്നെയാണ്? ഏരിയ ആൾസോ ഈക്വൽ ടു എത്രയാണ് നമ്മൾ കണ്ടെത്തിയത്? ഏരിയാസ് ഈക്വൽ ടു 20 meters. ഇനി
ഏരിയ കാണാം, റെക്ടാങ്കിൾ ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഇസ് ഈക്വൽ ടു 20. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്താ, അതായത് ഒരു സൈഡ് എക്സും ഒരു സൈഡ് 21 മൈനസ് എക്സും, ഒന്ന് ലെങ്ത്തും ഒന്ന് ബ്രെഡ്ത്തും. അത് ഏതാ നമുക്ക് അറിയില്ല, നമ്മൾ ചെയ്ത് നോക്കണം. സോ ലെങ്ത് ഒന്ന് എക്സും ബ്രെഡ്ത്തിന് 21 മൈനസ് എക്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഓരോ സൈഡ്, വൺ സൈഡും അതർ സൈഡും ലെങ്ത്തിലും ബ്രെഡ്ത്തിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് 21 മൈനസ് എക്സ്. ഇനി ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യും, എക്സ് ഇൻറ്റു 21 എക്സ്, എക്സ് ഇൻറ്റു എക്സ് എന്താ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 20. ഇനി നോക്കൂ, ഇനി നമ്മുടെ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വരണം, ഇവിടെ ഈക്വൽ ടു 0. അപ്പൊ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. സാധാരണ നമ്മൾ എഴുതും, ഇങ്ങനെ എഴുതിയാലും മതി, കുഴപ്പമില്ല. സാധാരണ നമ്മൾ എഴുതുമ്പോൾ എക്സ് സ്ക്വയറിന്റെ ടേം ആദ്യം എഴുതും. ഇവിടെ എന്താ മൈനസ് എക്സ് സ്ക്വയർ, അത് ആദ്യം എഴുതി, മൈനസ് എക്സ് സ്ക്വയർ ആദ്യം എഴുതി. പിന്നെ എന്താ ഇവിടെ ഉള്ളത്, പ്ലസ് 21 എക്സ് എഴുതി. പിന്നെ ഇത് പുറത്തങ്ങോട്ട് വരുമ്പോൾ എന്താ മൈനസ് 20 ഈക്വൽ ടു 0. ഇനി നമ്മൾ ആദ്യം എന്താ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a വെച്ച് ചെയ്യുമ്പോൾ ആദ്യം എ എന്താന്ന് എഴുതാം. എക്സ് സ്ക്വയറിന്റെ കൂടെ ഏതാ മൈനസ്, അതായത് -1. ബിയോ എക്സിന്റെ കൂടെ ഏതാ 21. സിയോ എക്സ് ഇല്ലാത്ത ടേം -20 എഴുതി വെച്ചു. ഇനി ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യും. ബി സ്ക്വയർ ഏതാ 21 സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ 21 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഏതാ -1 ഇൻറ്റു സി ഏതാ -20. ഇനി ദാറ്റ്സ് ഈക്വൽ ടു 21 സ്ക്വയർ ചെയ്യാം, അതായത് 21 ഇൻറ്റു 21 ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കിട്ടും 441 മൈനസും പ്ലസ് വീണ്ടും ഒരു -1 മൈനസ് 4 ഇൻറ്റു 20 80. ഇനി മൈനസ് ചെയ്ത് നോക്കാം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1, പിന്നെ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1, പിന്നെ 6, 361 വരും. ബി സ്ക്വയർ മൈനസ് 4ac 361. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac 361 എന്ന് കിട്ടി. ഇനി റൂട്ട് കാണണം, അതിന്റെ റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac കാണാം. റൂട്ട് 360 റൂട്ട് കണ്ടു നോക്കാം. അപ്പൊ റൂട്ട് കണ്ടു നോക്കണം, എന്നിട്ട് നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് ഇവിടെ സ്പേസ് ഇല്ല അല്ലെ, അപ്പൊ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഭാഗം റബ്ബ് ചെയ്യാണ്. ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇനി ഇതിന്റെ റൂട്ട് കണ്ടെത്താനായിട്ട് ലാസ്റ്റ് ഇതിന്റെ പെയർ 1 2 പെയർ ചെയ്തു. ദെൻ ഇവിടെ 3 മാത്രം, 3ക്ക് കറക്റ്റ് റൂട്ട് ഇല്ല. അപ്പൊ 3യുടെ മുന്നേ വരുന്നത്, ഇതിലേതാ 3യുടെ മുന്നേ വരുന്ന നമ്പർ നോക്കുക 1. അപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് ഉറപ്പിക്കാം 1. ഇനി ലാസ്റ്റ് ഡിജിറ്റ് ഇതിൽ നോക്കുക, ഇതിൽ ലാസ്റ്റ് ഡിജിറ്റ് 1 തന്നെയാണ്, ലാസ്റ്റ് ഡിജിറ്റ് 1. അപ്പൊ എപ്പോഴൊക്കെ 1 വരുന്നത് നോക്കുക, ലാസ്റ്റ് ഡിജിറ്റ് ഒന്നിവിടെ. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഇതിലെ സെക്കൻഡ് ഡിജിറ്റ് ഒന്നെങ്കിൽ 1ഓ അല്ലെങ്കിൽ 9ഓ ആവും സെക്കൻഡ് ഡിജിറ്റ്. അപ്പൊ 11 ഇൻറ്റു 11 ചെയ്ത് നോക്കുക നിങ്ങൾ. പിന്നെ സെക്കൻഡ് ഡിജിറ്റ് 9 ആവുമ്പോ എന്ത് വരും, 19 ഇൻറ്റു 19 അല്ലെ. ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് 361 കിട്ടുന്നുണ്ടാവും. സോ എന്താ 19 ആണ് ഇതിന്റെ റൂട്ട്. ഇനി എക്സ് കണ്ടെത്താം. എക്സ് കണ്ടെത്താനുള്ള നമ്മുടെ ഫോർമുല എഴുതാം, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. ഇനി ഇതിന്റെ ബാക്കി നമ്മൾ ഇവിടെയാണ് എഴുതുന്നത്. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു വാല്യൂ കൊടുക്കാം മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബി എന്താ -21 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac എന്താ 19. റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac എന്താ 19 ഡിവൈഡഡ് ബൈ 2a 2 ഇൻറ്റു -1. സോ എക്സ് ഇസ് ഈക്വൽ ടു നോക്കുക, ആദ്യം പ്ലസ് വാല്യൂ കൊടുക്കുക, -21 പ്ലസ് 19 ബൈ 2 ഇൻറ്റു -1 എന്താ -2. ഇനി ഇത് ചെയ്യാം. ആദ്യം പ്ലസ് ഇട്ടിട്ടുള്ളത് എഴുതി, ഇത് ചെയ്ത് നോക്കാം. എന്താ ചെയ്യുമ്പോ വരിക, മൈനസും പ്ലസും ആണ് അല്ലെ ഡിഫറെന്റ്. അപ്പൊ 21 19 മൈനസ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടും 2. വലുതിന്റെ സൈൻ അപ്പൊ -2 -2 ബൈ -2 എന്താണ് -2 ബൈ -2 1. അപ്പൊ അത് കിട്ടി എക്സ് ഒരു വാല്യൂ അല്ലെ. അപ്പൊ നമുക്ക് ഒരു സൈഡ് നമ്മൾ എന്താ, ഒരു സൈഡ് എക്സും അതർ സൈഡ്, അതായത് ഇപ്പൊ ഇങ്ങനെയായിരുന്നു റെക്ടാങ്കിൾ,
അത് ഒരു സൈഡ് എക്സും ഒരു സൈഡ് 21 മൈനസ് എക്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ എക്സ് കിട്ടിയെങ്കിൽ മറ്റേ സൈഡ് എന്താവും? അതർ സൈഡ് 21 മൈനസ് എക്സ് 21 മൈനസ് 1 ഈക്വൽ ടു 20. ഇത്രയും മീറ്റേഴ്സ് ആണ് ഒരു ആൻസർ. 1 20 ഓർ അല്ലെങ്കിൽ നെഗറ്റീവ് വെച്ചുള്ള ആൻസർ ചെയ്യാൻ. എക്സ് ഇസ് ഈക്വൽ ടു -21 -19 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് ചെയ്താ -2 ആഡ് ചെയ്ത് നോക്കുക. എന്ത് വരും? 40 അല്ലെ. ആഡ് ചെയ്ത് രണ്ടും സെയിം സൈൻ ആണ്. അപ്പൊ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ -40 ബൈ -2. സോ ആൻസർ എന്ത് വരും? 20 മീറ്റേഴ്സ്. എക്സ് കിട്ടി. ഇനി അടുത്ത സൈഡ്. അപ്പൊ ഒരു സൈഡ് കിട്ടി 20 ആണെങ്കിൽ 21 മൈനസ് എക്സോ 21 മൈനസ് 20 ഈക്വൽ ടു 1 മീറ്റർ. സോ ആൻസേഴ്സ് എന്താ? 1 20 അല്ലെങ്കിൽ നേരെ റിവേഴ്സ് 20 1. പെരിമീറ്റർ തന്ന പ്രോബ്ലം എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. 20 1 അങ്ങനെ മാറി മാറി വരും. സോ ഇത് നമുക്ക് പറയാം വലുത് ലെങ്ത് ആയിട്ട് എടുക്കാം. ലെങ്ത് L is equal to ലെങ്ത് is equal to വലുത് ഏതാ? 20 meters and breadth is equal to smaller one ഏതാ? 1 meter. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആയി. ഇതിന്റെ ബാക്കിയാണ് കേട്ടോ ഇപ്പുറത്തെ സൈഡില്. ഇത്രയാണ് ഈ പ്രോബ്ലം. ലെങ്ത് 20 and breadth 1 meters. പേജ് നമ്പർ 97 ഫിഫ്ത് പ്രോബ്ലം അല്ലെ. ചെയ്യാൻ അതിലുള്ളത് ഫിഫ്ത് പ്രോബ്ലം ആവും. ആ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു നോട്ട് പറയേണ്ടതുണ്ട്. അപ്പൊ അതിനായിട്ടാണ് ഈ വേറൊരു പ്രോബ്ലം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കി നോക്കിയേ. ഇത് എഴുതിയെടുക്കണ്ട. അതായത് നെക്സ്റ്റ് പ്രോബ്ലം പറയുന്നതിന് ആവശ്യമായ ഒരു നോട്ട് ഉണ്ട്. ആ നോട്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നു. x² മൈനസ് 5x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0 എന്നൊരു ഇക്വേഷൻ നമുക്ക് തന്നു വിചാരിക്കാം. അതിൽ A എന്ന് പറഞ്ഞാൽ x² പുറത്ത് 1, B എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഫിഷ്യന്റ് -5, C ഈക്വൽ ടു 6 എഴുതി. അതിന് നമ്മൾ B² മൈനസ് 4AC ആദ്യം കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് 1 എന്ന ആൻസർ കിട്ടി. റൂട്ട് B² മൈനസ് 4AC ചെയ്തു. അപ്പൊ എന്താണ്? റൂട്ട് 1 എന്ന് തന്നെയാണ് 1. ഇനി എക്സ് കണ്ടെത്തി. എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് B² മൈനസ് 4AC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നപ്പോ പ്ലസ് വാല്യൂ 3 പ്ലസ് ഇട്ട് എഴുതിയപ്പോ 3യും മൈനസ് ഇട്ട് എഴുതിയപ്പോ നമുക്ക് 2 ആൻസേഴ്സ് കറക്റ്റ് കിട്ടി. ഇനി അപ്പൊ 2 ആൻസേഴ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. എക്സ് ഈക്വൽ ടു 3യും എക്സ് ഈക്വൽ ടു 2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 3യും എക്സ് ഈക്വൽ ടു 2 ആണ് നമുക്ക് കിട്ടിയെങ്കിൽ ഇതൊന്നും നമ്മൾ എന്താ വെച്ചാൽ ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ എന്താ? +3 ഇങ്ങോട്ട് വന്ന എക്സ് മൈനസ് 3. അതേപോലെ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ 2 ഇക്വേഷൻസ് കിട്ടി. ഇതൊന്ന് നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കിയേ. എക്സ് മൈനസ് 3യും എക്സ് മൈനസ് 2 ഒന്ന് ജസ്റ്റ് ഇൻറ്റു ചെയ്ത് നോക്കിയേ. എക്സ് ഇൻറ്റു എക്സ് ആദ്യം ഇതുകൊണ്ട് ഇതിനെ ഓരോന്നിനെയും എക്സ് ഇൻറ്റു എക്സ് x², പിന്നെ എക്സ് ഇൻറ്റു -2 എക്സ് ഇൻറ്റു -2 എന്താ? -2x. then -3 into x -3 into x -3x -3 into -2 -3 -2 plus 6 അല്ലേ? ഈക്വൽ ടു x² എഴുതി. 2xന്റെ രണ്ടിട്ട് -2 ഉണ്ട് -3 ഉണ്ട്. -2 -3 അപ്പൊ ടോട്ടൽ -5x പ്ലസ് 6 ഈക്വൽ ടു എന്താ? 0 അല്ലെ? കാരണം ഇത് ഇൻറ്റു ചെയ്ത് ഈക്വൽ ടു 0. കാരണം ഇത് രണ്ടും ഈക്വൽ ടു 0. അപ്പൊ ആ രണ്ടും ഇൻറ്റു ചെയ്ത് 0. അപ്പൊ നോക്കിയേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടുന്ന? x² മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0 അല്ലേ? അതിന്ന് നമുക്ക് 2 ആൻസർ. ശരിക്കും നമ്മൾ എക്സ് സാധാ വെച്ച് എക്സ് ഫോർമുല വെച്ച് ചെയ്ത് വന്നപ്പോ 2 എക്സുകൾ കിട്ടി. എക്സ് ഈക്വൽ ടു 3യും എക്സ് ഈക്വൽ ടു 2 കിട്ടി. എന്നിട്ട് അതിന്ന് തന്നെ നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റി അല്ലെ? ഇത് എത്താനായിട്ട്. അപ്പൊ അതിന് നമുക്കൊരു നോട്ട് നമുക്ക് പറയാം. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എ, ഈ 2നും 3ക്കും ഒക്കെ പകരം എയും എക്സ് ഈക്വൽ ടു ബിയും അങ്ങനെ 2 വാല്യൂസ് എക്സിന് തന്നു കഴിഞ്ഞാൽ ദ റിക്വയർഡ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, അവിടെ ആവശ്യമായിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത് റിക്വയർഡ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഈസ് എന്താണ്? ഇത് ഇങ്ങോട്ട് വരുമ്പോ എന്താവും? പ്ലസ് എ എന്താ? എക്സ് മൈനസ് എ. ഇനി ഇത് ഇങ്ങോട്ട് വന്ന എന്താവും? എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് ബി.
ഇവിടെ നോക്കൂ ഈക്വൽ ടു 3യും ഈക്വൽ ടു 2 വരുന്നു. അത് രണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ x-3 ഇൻറ്റു x-2 ഈ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക. ഇതിനെ ഇൻറ്റു ചെയ്താൽ കറക്റ്റ് കിട്ടും. അപ്പൊ നമ്മുടെ ജനറൽ ഫോമില് x-a ഇൻറ്റു x-b ഇതിനെ നമുക്ക് ഒന്നും കൂടി ഇൻറ്റു ചെയ്താൽ കറക്റ്റ് ഇക്വേഷന്റെ ഫോമിലേക്ക് വരും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ x ഈക്വൽ ടു a x ഈക്വൽ ടു b ആണെങ്കിൽ ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് x-a ഇൻറ്റു x-b. പിന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും എന്താ വരിക ഈക്വൽ ടു അല്ലെ, ഇതിനെ ഇങ്ങോട്ട് വന്ന ഇവിടേക്ക് 0 അല്ലേ, സോ ഈക്വൽ ടു 0. അപ്പൊ ഈ ഒരു നോട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാനായിട്ട്. എക്സിന് 2 വാല്യൂസ് തന്നാൽ അതിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതാം. എന്ത് ചെയ്താൽ മതി, ആ വാല്യൂസിന് ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പൊ x-a ഇൻറ്റു x-b ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതായിരിക്കും ആ പ്രോബ്ലത്തിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയതാ കിട്ടുണ്ടോന്ന്. കറക്റ്റ് കിട്ടി, ചെക്ക് ചെയ്തപ്പോ. സോ നെക്സ്റ്റ് പ്രോബ്ലം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നോട്ട് ഇവിടെ എഴുതി വെച്ചിട്ട് എക്സിന്റെ വാല്യൂ എ എക്സിന്റെ വാല്യൂ ബി 2 വാല്യൂസ് തരികയാണെങ്കിൽ അതിന്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത് x-a ഇൻറ്റു x-b ഈക്വൽ ടു 0 ആണെന്ന് എഴുതി വെച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പേജ് നമ്പർ 98 ആയിരിക്കും കേട്ടോ. പേജ് നമ്പർ 98ലെ 5th ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ കോപ്പിംഗ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതുമ്പോ ഇക്വേഷൻ ടു സോൾവ് വിത്ത് ദ ടേം വിത്തൗട്ട് എക്സ്, എക്സ് ഇല്ലാത്ത ടേം 3 ടേമുകളാണ് ഉള്ളത് സെക്കൻഡ് ഡിഗ്രി. എക്സ് സ്ക്വയറിന്റെ ടേം, എക്സ് ഉള്ള ഒരു ടേം, എക്സ് ഇല്ലാത്ത ടേം. ആ എക്സ് ഇല്ലാത്ത ടേം മാറി എഴുതി എത്ര 24 എഴുതി. എന്തിന് പകരം ശരിക്കും -24 ആണ് വേണ്ടത്. കറക്റ്റ് ആയിട്ടുള്ളത് -24 പക്ഷെ തെറ്റി എഴുതി. എന്താണ് എക്സ് ദ ടേം വിത്തൗട്ട് എക്സ് വാസ് റിട്ടൺ ആസ് 24. റോങ് ആയിട്ട് എഴുതി. റോങ് എന്തായിട്ട് എഴുതി, റോങ് ക്വസ്റ്റ്യനിൽ എന്താ ടേം വിത്തൗട്ട് എക്സ്, ടേം വിത്തൗട്ട് എക്സ്, എക്സ് ഇല്ലാത്ത ടേമിന് എന്ത് എഴുതി എന്നാ പറയണത് 24 എഴുതി. കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ളത് ടേം വിത്തൗട്ട് എക്സ് -24 ആണ് അത്ര കറക്റ്റ്. അത് മാറി എഴുതിയത് 24 എന്നാണ് എഴുതിയത്, തെറ്റായിട്ട് എഴുതി. അങ്ങനെ എഴുതിയ സമയത്ത് ദ ആൻസേഴ്സ് ഫൗണ്ട് വർ, അങ്ങനെ ലാസ്റ്റ് കിട്ടിയ ആൻസേഴ്സ് കിട്ടി. ആൻസേഴ്സ് കിട്ടിയത് എന്തൊക്കെയാ 4ഉം 6ഉം ആണ് കിട്ടിയത്. വാട്ട് ആർ ദ ആൻസേഴ്സ് ഓഫ് ദ കറക്റ്റ് പ്രോബ്ലം? ഈ കറക്റ്റ് പ്രോബ്ലത്തിലെ ആൻസേഴ്സ്, ഇതിലെ ആൻസേഴ്സ് ആണ് നമുക്ക് കണ്ടെത്തുന്നത്. ഈ കറക്റ്റ് പ്രോബ്ലത്തിലെ ആൻസേഴ്സ് നമുക്ക് കണ്ടെത്താം. അപ്പൊ ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് നോക്കുക. എന്താണ് ഈ ആൻസേഴ്സ്? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എവിടേക്ക് നമ്മൾ എത്തിച്ചേരാം. ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്താ അവിടെ കണ്ടെത്തുന്നത്, എക്സ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എക്സ് ഈക്വൽ ടു 4, അതാണ് ഒരു ആൻസർ. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 4ഉം അടുത്തെന്താണ് എക്സ് ഈക്വൽ ടു 6, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് റോങ് ആയിട്ടുള്ള ഇക്വേഷൻ കണ്ടെത്താം. ഏതാണ്? therefore second degree equation is equal to എന്തായിരിക്കും നമ്മൾ പറഞ്ഞത്, എന്തായിരിക്കും? ഇത് പുറത്ത് വന്ന നേരത്തെ നമ്മൾ പറഞ്ഞു എക്സ് ഈക്വൽ ടു എയും എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ എന്താ ഇതിങ്ങോട്ട് വന്ന എക്സ് മൈനസ് എന്താണ് 4, അതൊരു ഇക്വേഷൻ. അടുത്തതോ ഇത് പുറത്ത് ഇങ്ങോട്ട് വന്ന എന്താ എക്സ് മൈനസ് 6 ഈക്വൽ ടു 0 അല്ലെ. ഇത് എ ഇത് ബി അതിക്ക് പകരം. അപ്പൊ ഇക്വേഷൻ എന്താവും എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 6. ഇനി ഇൻറ്റു ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ്, എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 6, എക്സ് ഇൻറ്റു മൈനസ് 6 എന്താ മൈനസ് 6x. ഓക്കെ, ഇനി മൈനസ് എക്സ് കൊണ്ട് ഇതിനെ രണ്ടിനും ചെയ്തു. ഇനി മൈനസ് 4 ഉണ്ട്, മൈനസ് 4x, മൈനസ് ഇൻറ്റു മൈനസ് 6 എന്താ പ്ലസ് അല്ലെ, മൈനസ് 4 ഇൻറ്റു മൈനസ് 6 പ്ലസ് 24 ഈക്വൽ ടു 0. ഇതൊന്നും കൂടെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. എക്സ് സ്ക്വയർ ഒറ്റ ടേം അത് എഴുതി. എക്സിന്റെ 2 മൈനസ് 6 ഉണ്ട് മൈനസ് 4 ഉണ്ട്. അപ്പൊ ടോട്ടൽ മൈനസ് 6 മൈനസ് 4 മൈനസ് 10x പ്ലസ് 24 ഈക്വൽ ടു 0. ഇതാണ് റോങ് പ്രോബ്ലത്തിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. തെറ്റായ പ്രോബ്ലത്തിൽ നോക്കൂ
എക്സ് ഇല്ലാത്ത ടേം 24 ആണ്. കണ്ടോ, എക്സ് ഇല്ലാത്ത ടേം 24. കറക്റ്റ് ഇവിടെ എന്താ വേണ്ടിയിരുന്നത്? കറക്റ്റ് -24 ആണ്. അപ്പൊ കറക്റ്റ് പ്രോബ്ലത്തിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാവും. കറക്റ്റില് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കറക്റ്റ് പ്രോബ്ലത്തിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താവും? ഇത് മാത്രമേ മാറി എഴുതിയിട്ടുള്ളൂ. തെറ്റായിട്ട് 24 എഴുതി. ബാക്കിയൊക്കെ അത് തന്നെ, ബാക്കി എല്ലാം സെയിമാ. ഈ എക്സ് ഇല്ലാത്ത ടേം മാത്രം മാറി എഴുതി 24. ശരിക്കും അവിടെ -24 ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്താ വരും? എക്സ് സ്ക്വയറും 10x ഒക്കെ അതുപോലെ. എക്സ് സ്ക്വയർ മൈനസ് 10x. ശരിക്കും എക്സ് ഇല്ലാത്ത ടേം എന്താ? -24 = 0. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുമ്പോൾ മാറിയിട്ട് +24 എന്ന് എഴുതിയത്. ഇനി ഇതിന്റെ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിലെ എക്സ് നമ്മൾ കണ്ടെത്തണം. ആൻസേഴ്സ് ഉദ്ദേശിക്കുന്ന എക്സ് കണ്ടെത്തണം. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് a, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1, b എക്സിന്റെ കോഎഫിഷ്യന്റ് -10, c എക്സ് ഇല്ലാത്ത ടേം -24 എഴുതി. ഇനി സാധാരണ നമ്മൾ ചെയ്യാൻ b² - 4ac കണ്ടെത്തും. b² എന്ന് പറഞ്ഞാൽ -10², 4 × a എന്ന് പറഞ്ഞാൽ 1, c എന്ന് പറഞ്ഞാൽ -24, c = 10² എന്ന് പറയുമ്പോ എന്താ? 100 അല്ലെ? നെഗറ്റീവ് വന്നാലും സ്ക്വയർ -10 × -10 100. ഇവിടെ മൈനസും മൈനസും പ്ലസ് 4 × 24 എന്ത് വരും? 96, 196. ഇനി റൂട്ട് കാണാം. റൂട്ട് b² - 4ac = √196 ചെയ്ത് നോക്കുക. എന്താവും? 1² 1, 2² 4, 3² 9 അല്ലെ? 4² 16, 5² 25, 6² 36, 7² 49, 8² 64, 9² 81. ഇനി നോക്കി നോക്കുക. ഫസ്റ്റ് പെയർ ആക്കുക 1 to 1. ഇനി 1ന്റെ റൂട്ട് നമുക്കറിയാം 1 തന്നെ എഴുതി. ലാസ്റ്റ് ഡിജിറ്റ് 6 എപ്പോഴൊക്കെ വരുന്നത്? ഒന്ന് ഇവിടെ. അപ്പൊ സെക്കൻഡ് ഡിജിറ്റ് 4 ആവാം. പിന്നെ ഇവിടെ 6 ആവാം. അപ്പൊ സെക്കൻഡ് ഡിജിറ്റ് 4 അല്ലെങ്കിൽ 6 ആവാം. 4 ആയിരിക്കും കേട്ടോ കറക്റ്റ്. 14 × 14 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 196 കിട്ടുന്നുണ്ടോ? അപ്പൊ റൂട്ട് കിട്ടി. ഇനി എക്സ് വാല്യൂ നമ്മുടെ ഫോർമുലയിലേക്ക് കൊടുക്കുക. എക്സ് = -b ± √b² - 4ac/2a കൊടുത്തു കഴിഞ്ഞിട്ട് എക്സ് കണ്ടെത്തും. അതാണ് ആൻസർ. Then x is equal to -b അല്ലെ? b എന്താ? -10. അപ്പൊ മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. b -10 ± √14 അല്ലെ? ബൈ 2a. 2 × a എന്താ? 1 മൈനസ് മൈനസ് എന്താ? 10 ±14/2. ഇനി ഫസ്റ്റ് എക്സ് വാല്യൂ നോക്കാം. പ്ലസ് ഇട്ടിട്ടുള്ളത് 10 + 14/2 24/2. എന്താ 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താ 12. അപ്പൊ ഒരു എക്സ് വാല്യൂ 12. ഇനി അടുത്ത എക്സ് വാല്യൂ ഓർ എക്സ് = ഇനി നെഗറ്റീവ് കൊടുക്കാം. 10 - 14/2. 10 എന്ന് -14, അതായത് 14 10 മൈനസ് ചെയ്യും. അപ്പൊ 4 മൈനസ് ഇട്ട് കൊടുക്കാം. -4/2 -2. സോ രണ്ട് വാല്യൂസ് കിട്ടി, 12ഉം -2. ഇത്രയാണ് ഈ ആൻസർ. അപ്പൊ ആൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എക്സ് വാല്യൂ കണ്ടെത്തുക. പിന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, എക്സിന്റെ രണ്ട് വാല്യൂസ് തന്നാൽ അതിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതാം. എന്ത് ചെയ്താൽ മതി? =a =b ആണെങ്കിൽ ഈ എനപ്പുറത്തോടുന്ന x - a, ബിനപ്പുറത്തോടുന്ന x - b, ഇത് രണ്ടും ഇൻഡു ചെയ്താൽ കിട്ടുന്നതായിരിക്കും കറക്റ്റ്. ഇത് സെക്കൻഡ് ഡിഗ്രി ആണ്, പക്ഷെ അതിന് നമുക്ക് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x² ആ ഫോമിൽ കിട്ടും. അതേപോലെ ഇവിടെ x = 4, x = 6 തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടേക്ക് എഴുതിയത് x - 4, ഇത് പുറത്ത് കൊണ്ടുവന്ന x - 6. സോ ഇതാണ് ഇക്വേഷൻ. x - 4 × x - 6 = 0 എന്നതാണ് ഈ പ്രോബ്ലത്തിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇനി അതിന് മൾട്ടിപ്ലൈ ചെയ്താൽ കറക്റ്റ് x² ഫോമിൽ കിട്ടും.